നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഒരുപാട് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വൈറ്റ് ഡിസ്ചാർജ് അമിതമാവുക എന്നുള്ളത്. നോർമലി സ്ത്രീകളിലും പെൺകുട്ടികളിലും ഒക്കെ ഒരു പ്രത്യേക ടൈം പീരീഡിൽ, അതായത് അവരിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത്, അതായത് പീരീഡ്സ് എല്ലാം കഴിഞ്ഞ് ഒരു 14 ദിവസമൊക്കെ ആവുന്ന സമയത്താണ് ആർത്തവം, ആ ഒരു അണ്ടം റിലീസ് ആവുന്നത്. ആർത്തവം കഴിഞ്ഞ് ഒരു 14 ദിവസമൊക്കെ എത്തുമ്പോഴാണ് നമ്മുടെ അണ്ടം റിലീസ് ആവുന്നത് ഓവറിയിൽ നിന്നും. ഈ ഒരു സമയത്തിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്തും ഒരുപാട് ആളുകളിൽ ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. അപ്പം അത് സാധാരണ ഉള്ള ഒരു ഡിസ്ചാർജ് പോലെ തന്നെ ആവണമെന്നില്ല, അത് ചിലപ്പം കുറച്ച് കൂടുതലായിട്ടൊക്കെ നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുൻപായിട്ട്, പീരീഡ്സ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ടും ഇതുപോലെ ഒരു വൈറ്റ് ഡിസ്ചാർജ് അവർക്കുള്ളൊരു സിഗ്നലായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നോർമൽ കണ്ടീഷനാണ്. അതുപോലെ തന്നെയാണ് ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത്, നമ്മൾ കുട്ടിക്ക് പാല് കൊടുക്കുന്ന ആ ഒരു സമയങ്ങളിൽ ഇപ്പം പീരീഡ്സ് ആവുന്ന ചില ആളുകൾക്ക് കുറച്ച് കഴിയും, പീരീഡ്സൊക്കെ ആവാൻ കുറച്ച് കഴിയാറുണ്ട്. ചില ആളുകൾക്ക് നെക്സ്റ്റ് മന്ത് തന്നെ പീരീഡ്സ് ആവാറുണ്ട്. അപ്പോൾ അത്തരം ആളുകളിലും നമ്മൾ കാണുന്നൊരു പ്രശ്നമാണ് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ്. അപ്പോൾ അതൊക്കെ എന്താണ്, നോർമലായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ആ ഒരു സമയത്ത് അതൊരു പ്രശ്നമല്ല, ഒക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു ഡിസ്ചാർജ് ഒരു പരിധിയിൽ കൂടുന്ന സമയത്താണ് ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പലരും ഇത് നെഗ്ലക്റ്റ് ചെയ്യാറാണ് പതിവ്. അത്ര അങ്ങോട്ട് സീരിയസ് ആയിട്ട് എടുക്കൂല, നിസ്സാരമാക്കി വിടാറാണ് നോർമലി നമ്മൾ കാണുന്നത്. അപ്പം ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നോർമലി വായയിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന പോലെ തന്നെയാണ് യോനി ഭാഗത്തും ഈ ഒരു എന്തുണ്ടാക്കുന്നത്, വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാക്കുന്നത് അവിടെ അണുബാധ തടയാനും അവിടെയുള്ള ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ നോർമലായിട്ട് അത് വരണം. നോർമലായിട്ട് വന്നിട്ടില്ലെങ്കിലും അത് പ്രശ്നമാണ്. അവിടെ നല്ല രീതിയിൽ തന്നെ ഡ്രൈനെസ് ഉണ്ടാക്കും, വളരെയധികം ബുദ്ധിമുട്ടുകൾ. സ്ത്രീകളിലാണെങ്കിൽ ഡ്രൈ ആവുന്നത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഇച്ചിങ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് വല്ലാണ്ട് അങ്ങ് ഇല്ലാണ്ടായി കഴിഞ്ഞാലും, ഇത് വളരെയധികം കൂടിക്കഴിഞ്ഞാലും, ഈ ഡിസ്ചാർജ് കൂടിക്കഴിഞ്ഞാലും ആളുകളിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് കൂടുന്ന കണ്ടീഷൻസ് എന്ന് പറയുമ്പം അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചില ഇൻഫെക്ഷൻ കാരണം, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ, ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് അവിടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ചിലപ്പം ചൊറിച്ചിലായിട്ടും ദുർഗന്ധമായിട്ടും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ചാർജിൽ കളർ വ്യത്യാസം, കളറിൽ വേരിയേഷൻസ് കാണിക്കാറുണ്ട്. അത്തരം കളർ വ്യത്യാസമുള്ള ഡിസ്ചാർജ് നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കണം. അതായത് ചില ആളുകൾ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും, അത് തന്നെ വളരെയധികം ഒരു ക്ലൗഡി ആയിട്ടുള്ള രൂപത്തിൽ വളരെ കട്ടിയായിട്ട് തിക്കായിട്ട് കാണുന്നുണ്ടെങ്കിലും അതും ശ്രദ്ധിക്കണം. ഒരു ഈസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ കാണിക്കാറുണ്ട്. പിന്നെ ബാക്ടീരിയലൊക്കെ ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ ആയിട്ടൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലഡ് ഡോട്ടായിട്ട് വരുന്ന ഡിസ്ചാർജും നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പീരീഡ്സിൻ്റെ ഒക്കെ മുൻപായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ഒരു റെഡ് ഡോട്ടായിട്ട് ഡിസ്ചാർജ് കാണിക്കാറുണ്ട്. അല്ലാത്ത കേസുകളിൽ നമ്മൾ സീരിയസ് ആയിട്ട് കാണുമ്പോൾ ആർത്തവമൊക്കെ നിന്ന് കഴിഞ്ഞ്, മെൻസ്ട്രേഷനൊക്കെ നിന്ന് കഴിഞ്ഞ സ്ത്രീകളിൽ ഇങ്ങനെ ഡിസ്ചാർജ് നമ്മളൊരു റെഡ് കളറിലാണ് കാണുന്നതെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം ഇത്തരം ഒരു വൈറ്റ് ഡിസ്ചാർജ് കൂടുന്ന പെൺകുട്ടികളിൽ ഒരുപാട് ഡെഫിഷ്യൻസീസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പെട്ടെന്ന് അയൺ ഡെഫിഷ്യൻസി ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം അവരിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവാം. അതുപോലെ തന്നെ അവരുടെ ബോഡിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അവർക്ക് പെട്ടെന്ന് ഒരു ഡ്രൈനെസ് നമുക്ക് അവരുടെ സ്കിന്നിലൊക്കെ കാണാൻ സാധിക്കും. അമിതമായിട്ടുള്ളൊരു മുടികൊഴിച്ചിൽ നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ സ്ത്രീകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുടികൊഴിച്ചിലൊക്കെ കോമൺ ആയിട്ട് പെൺകുട്ടികളിൽ ഉണ്ടാവുന്നതാണ്. അപ്പം അതൊന്ന് നിങ്ങൾ നോക്കണം എപ്പോഴും. നിങ്ങൾക്ക് ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടോ, വൈറ്റ് ഡിസ്ചാർജിൻ്റെ കൂടെയാണ് ഇങ്ങനെ മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കുക. അപ്പം അനീമിക്കൊക്കെ പെട്ടെന്നാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്തരം ആളുകൾ. അതാണ് ഞാൻ പറഞ്ഞത്, അവരിൽ ഓൾറെഡി HB കുറവാവും, അവർക്ക് അനീമിയ പോലുള്ള കണ്ടീഷൻസ് അഥവാ വിളർച്ചയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം പെൺകുട്ടികളൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ ഒന്ന് പ്രത്യേകം നോക്കുക. ചില ആളുകൾക്ക് ഇത്തരം ഡിസ്ചാർജ് ഒരു ഫൗൾ സ്മെല്ലിലോട്ട് പോവാറുണ്ട്. അപ്പോൾ അത്തരം കണ്ടീഷനിലൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുക തന്നെ വേണം. അപ്പം നമുക്കത് നോർമലി നമ്മുടെ അണ്ടർവെയർസിനും കാര്യത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം ഒരുപാട് പെൺകുട്ടികളാണെങ്കിലും നമ്മളെടുത്ത് വരുന്ന സമയത്ത് അവർ പറയുന്നത്, അവർ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്താണ് അവർക്ക് വളരെയധികം ഒരു ഡിസ്കംഫേർട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു പ്രോപ്പറായിട്ടൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പം അവർ കംഫേർട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടാത്തൊരു സ്റ്റേജ് പോലെയൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്കതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ
നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. നമ്മൾ ഓവർ ടെൻസ്ഡ് ആയിക്കൊണ്ട് ഒന്നും കാര്യമില്ല. പിന്നെ നമുക്ക് ടെൻഷൻ കൂടുന്നതിനനുസരിച്ച് ഈ പ്രശ്നവും വഷളാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും കൂടുതലായിട്ട് തലയിലോട്ട് എടുക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഈ സമയത്ത് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട്സുകൾ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളെല്ലാം തന്നെ നന്നായിട്ട് കഴിക്കുക. അധികം എരിവുള്ളത് അല്ലെങ്കിൽ പുളി കൂടുതലായിട്ടുള്ളത്, പുളി കൂടുതൽ ഇൻ ദ സെൻസ് ഓറഞ്ച് മുസമ്പി ഒന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ നോർമലി കുടംപുളി അല്ലെങ്കിൽ വാളൻ പുളിയൊക്കെ നന്നായിട്ട് കറിയിലിട്ടിട്ട് കഴിക്കാറുണ്ട്. അപ്പം അതൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. അത്തരം ഐറ്റംസ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ പഞ്ചസാര കൂടിയ ഐറ്റംസുകൾ, ഇപ്പോൾ ചായയിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലാതെ തന്നെ നമ്മൾ കേക്കുകൾ, പേസ്ട്രികൾ, അത്തരം ജങ്ക് ഫുഡ് ഐറ്റംസുകളൊക്കെ എന്ത് ചെയ്യണം, ഇത്തരം ആളുകളൊന്ന് ഒഴിവാക്കുക. ബാക്കി എല്ലാം തന്നെ നല്ല രീതിയിൽ കഴിക്കുക. നമ്മുടെ വീട്ടിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം കഴിക്കുക. പൊരിച്ചത് വറുത്തതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരിക. ഈ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസുകൾ വീണ്ടും നിങ്ങൾ കഴിക്കുന്നത് എന്ത് ചെയ്യുക, കുറയ്ക്കുക. സാലഡ്സുകളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മീറ്റൊക്കെ നമുക്ക് കഴിക്കാം, ചിക്കനൊക്കെ നമുക്ക് കഴിക്കാം, അതുപോലെ മുട്ട കഴിക്കാം, മത്സ്യങ്ങൾ കഴിക്കാം. ഇതൊക്കെ നമ്മുടെ ബോഡി, ഇപ്പോൾ മത്സ്യമാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടി ഒരു തണുപ്പ് തരുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറു മത്സ്യങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ചില ആളുകൾക്ക് PCOD ഉള്ള ആളുകളിലും ഇത്തരം ഡിസ്ചാർജസ് ഒക്കെ കാണിക്കാറുണ്ട്. ഇപ്പോൾ PCOD ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ ഭക്ഷണ രീതികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പ്രോപ്പറായിട്ട് സീഡുകളൊക്കെ കഴിക്കുക. അപ്പോൾ സീഡ് സൈക്കിൾ ഉണ്ട്. PCOD ഉള്ള ആളുകൾക്ക് ഏതൊക്കെ സീഡ് ഏതൊക്കെ ദിവസങ്ങളായിട്ട് കഴിക്കണം എന്നുള്ളൊരു സീഡ് സൈക്കിൾ ഉണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവർക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ വൈറ്റ് ഡിസ്ചാർജിന് ഒരിക്കലും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്, ആ ഒരു ഏരിയയിൽ ഇച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വജൈനൽ വാഷും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഉള്ളിലോട്ടായിട്ട് നമുക്കിപ്പം ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റാൻ കൂവപ്പൊടി കഴിക്കുന്നതും അനാറ് പോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതും റാഗി പാലിൽ കുറുക്കി കഴിക്കുന്നതും ഒക്കെ തന്നെ ഈ ഒരു സമയങ്ങളിൽ വളരെയധികം നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യാം. ഇപ്പം ഇത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.